ഇടുത്തി പോലൊരു തിരിച്ചടി. വോട്ടുകോട്ട കെട്ടി കാത്ത മണ്ഡലങ്ങളും കൈവിട്ടു പോയിരിക്കുന്നു. ധർമ്മടത്ത് LDF പിന്നിലെന്നൊരു തലക്കെട്ട് മാധ്യമങ്ങളിൽ തെളിയുന്നത് പോലും ഇതാദ്യമായിരിക്കും. പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണന്റെ അട്ടിമറി ജയവും തവനൂരിലെ ജലീലിന്റെ തോൽവിയും അടക്കം പലയിടങ്ങളിലും കിട്ടിയ തിരിച്ചടി നിസ്സാരമായിരുന്നില്ല. മലബാറിൽ എന്താണ് സംഭവിച്ചത്? 2021 LDFിനെ ഭരണ തുടർച്ചയിലേക്ക് നയിച്ച മലബാർ സീറ്റുകൾ ഇത്തവണ UDFിന്റെ കൈ പിടിച്ച് തിരിഞ്ഞതിന്റെ കാരണം എന്തായിരുന്നു? ഇടതുകോട്ടകൾ ഇളക്കിയത് ഭരണവിരുദ്ധ വികാരം മാത്രമായിരുന്നു. പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. പരമ്പരാഗതമായി LDFിന് ശക്തമായ വേരോട്ടമുള്ള മലബാറിൽ ഇത്തവണ കണ്ടത് വലിയൊരു രാഷ്ട്രീയ മാറ്റം തന്നെയായിരുന്നു. 2021 LDF തുടർച്ചയായി രണ്ടാം തവണയും അധികാരത്തിലെത്തിയതിന് പിന്നിൽ കോഴിക്കോട്, കണ്ണൂർ പോലെയുള്ള വടക്കൻ ജില്ലകളിലെ വിജയം പ്രധാന ഘടകമായിരുന്നു. അന്ന് കോൺഗ്രസിന് മലബാറിലെ 5 ജില്ലകളിൽ വെറും 5 സീറ്റുകൾ മാത്രമായിരുന്നു ലഭിച്ചിരുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലും ശക്തമായ മുന്നേറ്റമുണ്ടാക്കി തങ്ങളുടെ തിരിച്ചുവരവ് അറിയിച്ചിരുന്നു UDF. സുരക്ഷിതമായ കോട്ടകളായി കണക്കാക്കിയിരുന്ന പലയിടങ്ങളിലും LDF വെല്ലുവിളി നേരിടുക മാത്രമല്ല ഉണ്ടായത്, കനത്ത തോൽവി ഏറ്റുവാങ്ങി പുറത്തു പോകേണ്ടിയും വന്നു. കോഴിക്കോട്, മലപ്പുറം, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ 48 നിയമസഭാ സീറ്റുകൾ LDFിന്റെ വിജയ സാധ്യതയിൽ ഏറെ പ്രധാനമായിരുന്നു. 2016 LDF 28 സീറ്റുകൾ നേടി, UDF 20 സീറ്റുകൾ നേടി. അതിൽ 15 എണ്ണം IUMLന്റേതായിരുന്നു. ഈ മേഖല പലപ്പോഴും LDFിന് അധികാരം നേടാൻ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്തവണ ആ സമവാക്യം തന്നെ UDF മാറ്റിയെഴുതി. പല മണ്ഡലങ്ങളിലും വളരെ കടുത്ത മത്സരമാണ് നടന്നത്. ചില CPM ശക്തി കേന്ദ്രങ്ങളിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങളും ന്യൂനപക്ഷങ്ങളുടെ മനോഭാവവും വിഷയാധിഷ്ഠിത പ്രചാരണവും മത്സരത്തെ കൂടുതൽ കഠിനമാക്കി. മലപ്പുറത്ത് 16 സീറ്റുകളും കോഴിക്കോട് 13ഉം UDF തൂത്തുവാരി. SARന് ശേഷമുള്ള വോട്ടർ പട്ടികയും ഉയർന്ന പോളിംഗ് ശതമാനവും ഈ തെരഞ്ഞെടുപ്പിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നാണ് വിലയിരുത്തൽ. SARന് ശേഷം 4.24 ലക്ഷം പുതിയ യുവ വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഗൾഫിലെ അനിശ്ചിതത്വം കാരണം വലിയൊരു ശതമാനം പ്രവാസികൾക്ക് വോട്ട് ചെയ്യാനെത്താൻ സാധിച്ചിരുന്നില്ല. പ്രവാസി വോട്ടുകളും ഇത്തവണ നിർണായകമായി. ചരിത്രത്തിൽ ഇതുപോലൊരു തിരിച്ചടി കണ്ണൂരിൽ CPM നേരിട്ടിട്ടില്ല. ഉരുക്കുകോട്ടയായ പയ്യന്നൂരിനെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം V കുഞ്ഞികൃഷ്ണൻ തകർത്ത് തരിപ്പണമാക്കിയെന്ന് പറയാം. പയ്യന്നൂരിൽ ആര് വന്നാലും ഒരു ചുക്കു സംഭവിക്കില്ല എന്ന പാർട്ടിയുടെ ആത്മവിശ്വാസത്തിനേറ്റ തിരിച്ചടി കൂടിയായിരുന്നു ഇത്. രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ CPMൽ നിന്ന് പുറത്തുവന്ന് സ്വതന്ത്രനായി മത്സരിച്ച കുഞ്ഞികൃഷ്ണൻ LDF സ്ഥാനാർത്ഥി TI മധുസൂദനനെ 7487 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ച രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് ആരോപണം പയ്യന്നൂരിൽ CPMനെ ആകെ ഉലച്ചു കളഞ്ഞിരുന്നു. പയ്യന്നൂർ മാത്രമല്ല, തളിപ്പറമ്പ്, ധർമ്മടത്തും വരെ പാർട്ടിയുടെ ദയനീയ അവസ്ഥ വ്യക്തമായിരുന്നു. ഒരു ഘട്ടത്തിൽ പിണറായി വിജയൻ വരെ പിന്നിലാകുന്ന കാഴ്ച. 50,123 വോട്ടിന് പിണറായി കഴിഞ്ഞ തവണ ജയിച്ച മണ്ഡലത്തിൽ ഭൂരിപക്ഷം 19,247 ചുരുങ്ങി. KK ശൈലജ മത്സരിച്ച പേരാവൂർ, ശക്തി കേന്ദ്രമായ മട്ടന്നൂർ അടക്കമുള്ള ഇടതുകോട്ടകളിൽ കൂപ്പുകുത്തേണ്ടി വന്നു CPMന്. സംസ്ഥാനത്തെ അല്ല, പാർട്ടിക്ക് രാജ്യത്തെ തന്നെ ഏറ്റവും കരുത്തുറ്റ സംഘടനാ സംവിധാനമുള്ള ജില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് കണ്ണൂരിന്. ജില്ലയിലെ 11 മണ്ഡലങ്ങളിൽ കല്യാശ്ശേരി, തലശ്ശേരി, ധർമ്മടം, മട്ടന്നൂർ, കൂത്തുപറമ്പ്, അഴീക്കോട് തുടങ്ങി 6 ഇടങ്ങളിൽ LDFിന് വിജയിക്കാനായി. പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിക്കൂർ, പേരാവൂർ, കണ്ണൂർ UDFും പിടിച്ചെടുത്തു. കഴിഞ്ഞ തവണ 9 ഇടങ്ങളിലെ വിജയമാണ് ഇത്തവണ 6ൽ ഒതുങ്ങിയത്. ചെങ്കോട്ടയെന്ന് വീമ്പ് പറഞ്ഞിരുന്ന മണ്ഡലങ്ങൾ കൈവിട്ടു പോയത് പാർട്ടിക്കുണ്ടാക്കിയ ക്ഷീണം ചെറുതല്ല. പാർട്ടിയെ തിരുത്താൻ അണികൾ രംഗത്തിറങ്ങിയതിന്റെ വ്യക്തമായ സൂചന കൂടി കാണാം കണ്ണൂരിൽ. ഏത് തരംഗം ആഞ്ഞടിച്ചാലും വീഴില്ല എന്നുറപ്പിച്ച കോഴിക്കോട്ടെ മണ്ഡലങ്ങളും ഒന്നൊന്നായി പൊളിഞ്ഞു വീണു. 13 മണ്ഡലങ്ങളിൽ 12 എണ്ണവും UDF തൂത്തുവാരി. മുഹമ്മദ് റിയാസ് മത്സരിച്ച ബേപ്പൂരിൽ മാത്രമാണ് LDF വിജയം കണ്ടത്. 2001 6 സീറ്റുകൾ നേടി ഇതിനു മുൻപ് UDF മുന്നേറ്റമുണ്ടാക്കിയത്. 2021 13-ൽ 11 സീറ്റുകൾ നേടിയ LDFിന് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു മണ്ഡലത്തിലും മുന്നിലെത്താനായില്ല എന്നതും ശ്രദ്ധേയമാണ്. PV അൻവർ മുഹമ്മദ് റിയാസിനെതിരെ നടത്തിയ ശക്തമായ ക്യാമ്പയിനും നിരന്തര വിമർശനങ്ങളും ഫലം കണ്ടുവെന്നത് ഭൂരിപക്ഷം കുറഞ്ഞതിൽ നിന്ന് വ്യക്തമാകും. മൈനോറിറ്റി മേഖലകളിൽ പിണറായിസം എന്ന നരേറ്റീവ് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. മലപ്പുറം എങ്ങോട്ട് ചായുമെന്നതിൽ ഒരു സംശയത്തിന് പോലും ഇടവരേണ്ട കാര്യമുണ്ടായിരുന്നില്ല. ഐക്യമുന്നണിയെ ഭരണത്തിലേറ്റാൻ 16 സീറ്റുകളോടെ 100 മേനി തന്നെ ഇവിടെ കൊയ്തെടുത്തു മുസ്ലിം ലീഗ്. ജില്ലയിലെ 16 മണ്ഡലങ്ങളിൽ പൊന്നാനി, തവനൂർ, താനൂർ മണ്ഡലങ്ങളിലായിരുന്നു CPMന്റെ സിറ്റിംഗ് സീറ്റുകൾ. പൊന്നാനിയിൽ പാർട്ടി ചിഹ്നത്തിലും തവനൂരിലും താനൂരിലും സ്വതന്ത്രരെ ഇറക്കിയുമാണ് പാർട്ടി വിജയം നേടിയത്. എന്നാൽ സ്വതന്ത്ര പരീക്ഷണം എന്ന LDFിന്റെ തിരഞ്ഞെടുപ്പ് ആയുധം ഇത്തവണ വിജയം കണ്ടില്ല. 2011 മണ്ഡലം രൂപീകരിച്ചത് മുതൽ KT ജലീലല്ലാതെ മറ്റൊരു അമരക്കാരനുണ്ടായിരുന്നില്ല തവനൂരിന്. എന്നാൽ വോട്ട് എണ്ണി കഴിയും മുൻപ് തന്നെ ജനവിധി അംഗീകരിച്ചു കഴിഞ്ഞിരുന്നു ജലീൽ. കോട്ട പൊളിച്ച് VS ജോയി വെന്നിക്കുടി പാറിച്ചു. സാധാരണയുണ്ടാകുന്ന ലീഗ് കോൺഗ്രസ് തർക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പരിഹരിക്കാനായത് ടീം UDFിന്റെ കരുത്തു കൂട്ടി.
നിലവിലുണ്ടായിരുന്ന സർക്കാർ വിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റുന്നതിൽ നടത്തിയ പ്രചാരണങ്ങളും വിജയം കണ്ടു. LDFിനോട് മലപ്പുറം കടക്ക് പുറത്ത് എന്ന് പറഞ്ഞതിൽ വെള്ളാപ്പള്ളി നടേശന്റെ പങ്ക് വളരെ വലുതായിരുന്നു. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശങ്ങളെ കണ്ടില്ലെന്ന് നടിച്ച CPMനെ തെരഞ്ഞെടുപ്പിലൂടെ ജനം കൈകാര്യം ചെയ്തതാണെന്ന് പറയാം. UDFിന്റെ പ്രധാന പ്രചാരണ വിഷയം കൂടിയായിരുന്നു വെള്ളാപ്പള്ളി. കാസർഗോഡ് 5 മണ്ഡലങ്ങളിൽ 4ഇടത്തും UDF ആണ്. കാഞ്ഞങ്ങാട് മണ്ഡലത്തിൽ മാത്രമാണ് LDFിന് പിടിച്ചു നിൽക്കാനായത്. തൃക്കരിപ്പൂരിൽ VPP മുസ്തഫയെ സന്ദീപ് വാര്യർ പരാജയപ്പെടുത്തി. പുതുമയിൽ കുഞ്ഞമ്പുവിനും അടിതെറ്റി. വയനാട്ടിൽ 3-3 UDF നേടി. മന്ത്രി OR കേളുവും പരാജയം ഏറ്റുവാങ്ങി. മുന്നറിയിപ്പുകളും താക്കീതുകളും നേരത്തെ വന്നിട്ടും മുഖവിലക്കെടുക്കാൻ പാർട്ടി തയ്യാറായില്ല എന്നത് ഈ പരാജയത്തിന്റെ പ്രധാന കാരണങ്ങളിലൊന്നായി ചൂണ്ടിക്കാട്ടാം. ന്യൂനപക്ഷ ഏകീകരണം മാത്രമല്ല, CPMന്റെ അടിത്തട്ടിൽ പ്രവർത്തിക്കുന്ന സഖാക്കൾ പാർട്ടിക്ക് തിരുത്താൻ നൽകിയ അവസരം കൂടിയാണ് ഇത്.